ഹലോ, നിങ്ങൾ വിചാരിക്കും ഞാനെവിടെയാണ് ഈ കവറൊക്കെ എടുത്തിട്ട് പോണതെന്ന്. അപ്പം നമ്മളിന്ന് പൂ പറിക്കുന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ച് വയലിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നവ എൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് കതച്ചിട്ട് വരുന്നുണ്ട്. ഹായ് എന്നെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടിയത് ഈ ഒരു പൂവാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയില്ല, ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ കിട്ടിയത് പേഗോഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂവാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്താണ് പേര് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു, അങ്ങ് ദൂരെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാട്ടിലൊക്കെ പോയിട്ട് കുറേ പറിച്ചു. പിന്നെ അത് കണ്ടില്ലേ, പൂമ്പാറ്റിയൊക്കെ ഈ ഒരു പൂവിന് വട്ടോട്ട് വറക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അശോക ചക്കി പറിച്ചു. അശോക ചക്കിക്ക് എന്താണ് പറയുന്നത് പറയണം. പിന്നെ ഈ കുഞ്ഞു പൂവിൻ്റെ പേരറിയുന്നതിനും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ വയലിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോഴാണ് നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. കാട്ടരുവിക്ക് അടിപൊളി വൈബായിരുന്നു കേട്ടോ. വയലിൽ ഫുള്ള് അവരൊക്കെ അങ്ങ് എത്തി. ഞാനും അവരൊപ്പം എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കാഴ്ചയൊക്കെ കണ്ടിട്ട്. പിന്നെ വയലിൽ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ തുമ്പപ്പൂവോ കാക്കപ്പൂവൊക്കെ അന്വേഷിച്ച് വന്നതാണ്, പക്ഷേ നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വയലിലെത്തി നല്ല വലിയ 2 പേഗോഡ പൂ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അതും പറിക്കാമെന്ന് വെച്ച് ഈ ഒരു തോട് ഞാൻ ചാടുന്ന ഒരു വീഡിയോ എടുത്തു. ജസ്റ്റ് വെറുതെ ഒരു ജോക്കായിട്ട് എടുത്തതാണ്. ജസ്റ്റ് ഞാൻ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആടെ എത്തിയാലും നമ്മൾ അറിയുന്നത് 4-5 പൂവുണ്ടായിരുന്നു പേഗോഡേൻ്റെ വലിയത്. അപ്പം ഞാൻ ഒന്നുപോലും വിട്ടിട്ടില്ല. കിട്ടുന്ന പോരട്ടെ എന്ന് വെച്ച് ഓരോന്നും എടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന വലിപ്പമേ ഉള്ളൂ. നമ്മളിത് അരിയുന്ന സമയത്ത് കുറച്ച് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഷോ ഒക്കെ കളിച്ചു. അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് പൂവൊക്കെ ഇങ്ങനെ പെറുക്കുന്നുണ്ട് കേട്ടോ. അവളുടേതായിട്ടുള്ള ഇതിൽ അവൾ എടുക്കുന്നുണ്ട് പൂവൊക്കെ. പിന്നെ കുറച്ച് സങ്കടം പറയുന്നുണ്ടായിരുന്നു, പൂ വീണ് പോയി എന്നെല്ലാം പറഞ്ഞിട്ട്. ഈ ഒരു മഞ്ഞപ്പൂവും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വന്നത്. പ്രതീക്ഷിച്ചപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ഒരു പൂവ് ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറേ കുറവാണ്. അങ്ങനെ കുറച്ച് പൂവ് ഈ മഞ്ഞപ്പൂവൊക്കെ എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നവ പറിച്ചതാണ്. ഇത് അമ്മയും ഞാനും കൂടി ഒപ്പരം പറിച്ചതാണ് കേട്ടോ. അങ്ങനെ നവ കുറേ പറിക്കുന്ന വീഡിയോ എടുത്തു. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് മഞ്ഞപ്പൂവാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് നവയും ഇങ്ങനെ പറയുന്ന പോലെ ലാക്കി. അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റോഡുമേൽ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറിച്ചാന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നവയാണ് തുള്ളി കളിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പൂവെടുത്തത്. എല്ലാവർക്കും ബൈ.